എണ്ണ ഒഴിച്ച് ചൂടായാൽ 2 കപ്പ് സവാള പൊടിയായി അരിഞ്ഞത് ചേർക്കാം. ഇതോടൊപ്പം തന്നെ കറിവേപ്പില, 2 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് നന്നായി വഴറ്റാം. ഒന്ന് വഴണ്ടി വന്നു കഴിഞ്ഞാൽ 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ് ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ നല്ലൊരു മണം വന്നു കഴിഞ്ഞാൽ ചിക്കൻ ചേർക്കാം. 250 ഗ്രാം ബോൺലെസ് ചിക്കൻ മഞ്ഞളും ഉപ്പും ചേർത്ത് വേവിച്ചതാണ്. ഇത് മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുക്കണം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും അരിഞ്ഞും കൂടി ചേർത്ത് വഴറ്റാം. ചിക്കൻ ഒന്ന് ഡ്രൈ ആയി വന്നു കഴിഞ്ഞാൽ പൊടികൾ ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്, ഇതെല്ലാം ചേർത്ത് നന്നായി വഴറ്റാം. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. ചിക്കനിലെ വെള്ളം എല്ലാം വറ്റി നന്നായി സവാള വാടി വരണം. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. 1 കപ്പ് മൈദ, 1/2 കപ്പ് ഗോതമ്പ് പൊടി, പാകത്തിന് ഉപ്പ് ഇതെല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്ത് പാകത്തിന് വെള്ളവും ചേർത്ത് കുഴയ്ക്കണം. ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ കുഴച്ച് വെക്കണം. ഇനി ഒരു ചെറിയ ഉരുള എടുത്ത് ചപ്പാത്തിക്ക് ഇത് പരത്തുന്ന പോലെ പരത്താം. ഇനി ഏതെങ്കിലും ബോട്ടിലിന്റെ മൂടിയോ ഏതെങ്കിലും ഉപയോഗിച്ച് ഒന്ന് പ്രസ് ചെയ്ത് മുറിച്ചെടുക്കാം. ഇതിന് പകരം ചെറിയ പൂരിയായി പരത്തിയെടുത്താലും മതി. ഇനി ഒരു പൂരിക്ക് മുകളിൽ 1 സ്പൂൺ ചിക്കൻ കൂട്ട് വെച്ച് മറ്റേ പൂരി കൊണ്ട് മൂടി എല്ലാ വശവും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതുപോലെ മാവ് പിരിച്ചെടുക്കണം. പിരിച്ചെടുക്കുന്നത് ഒരു കൈ കൊണ്ട് പിരിച്ചെടുക്കണം, മറ്റേ കൈ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ എണ്ണയിലിടുമ്പോൾ ഇത് തുറന്നു വന്ന് അതിൻ്റെ ഉള്ളിൽ എണ്ണ കയറും. ഇതുപോലെ പിരിച്ചെടുക്കണം. മറ്റൊരു വിധത്തിൽ ചെയ്യുകയാണെങ്കിൽ മാവ് പരത്തി ചിക്കൻ കൂട്ട് 2 വശത്തായി വെക്കുക. ഇനി ഇത് മടക്കി
സൈഡ് പ്രസ് ചെയ്യണം. അതിനുശേഷം നടുവിൽ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് നടുവിൽ കൂടെ മുറിക്കണം. അതേപോലെ സൈഡിലും അധികമുള്ള ഭാഗവും മുറിച്ച് കളയണം. ഇനി ഒരു ഫോർക്ക് ഉപയോഗിച്ച് സൈഡ് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി എണ്ണ ചൂടായാൽ എടുത്തു വെച്ചിട്ടുള്ള പത്തിരി ഇട്ട് രണ്ട് വശവും വറുത്തെടുക്കണം.